അങ്ങയുടെ കൃപ കൊണ്ട് പിന്നെയും ഞങ്ങളെ മൂടി മറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. മുറിവേറ്റ ഹൃദയങ്ങളുണ്ട്, തകർന്നു പോയ ജീവിതങ്ങളുണ്ട്. ഇനിയും മുന്നോട്ട് ജീവിക്കുവാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ആമേൻ ജീവിതത്തിലെ നിരാശയോടെ നോക്കിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഇന്ന് രാത്രി കർത്താവെ അവരോടെല്ലാവരോടും ആമേൻ അങ്ങ് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, വാതിലുകൾ അടഞ്ഞ് ആമേൻ ഇനിയും മുന്നോട്ട് പോകുവാൻ സാധിക്കത്തില്ലെന്ന് പറയുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി എൻ്റെ യേശു ഇല്ലാത്ത ചില വാതിലുകളെ വെട്ടി തുറന്ന് ഉണ്ടാക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് ആമേൻ തുറന്ന വാതിലുകളെ ആമേൻ തുറന്നു തന്നെ ഇടുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുകയാണ്. പിശാച് ഇല്ല, ഇനി മുന്നോട്ട് പോകുവാൻ സമ്മതിക്കത്തില്ലെന്ന് പറയുമ്പോൾ എൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് വേണ്ടി വാതിലുകളെ കൃത്യമായി തുറന്നു തന്നെ പിടിക്കുന്ന ആ കൃപയ്ക്കായിട്ട് സ്തോത്രം. നഷ്ടപ്പെട്ട ആമേൻ ആ സംവത്സരങ്ങൾ എൻ്റെ ദൈവം സഭയ്ക്ക്, പ്രിയപ്പെട്ടവർക്ക്, കുടുംബങ്ങൾക്ക് മടക്കി നൽകുന്ന ആ ദൈവത്തിൻ്റെ അളവറ്റ സ്നേഹത്തിനായിട്ട് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവേ, വചനം അങ്ങയുടേതാണ്, അങ്ങാണ് അത് എഴുതി വച്ചത്. ഞങ്ങളുടെ ആരുടെയും ഇടപെടലുകൾ ഇല്ലാതെ അതതിൻ്റെ കൃത്യതയോടെ ഞങ്ങൾക്ക് നൽകി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനത്തിൻ്റെ മുന്നിൽ ഒരു സൈന്യം എഴുന്നേൽക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. കർത്താവെ, അത് പ്രസംഗിക്കുന്നവൻ്റെ മിടുക്കല്ല, കേൾപ്പിക്കുന്ന ആലോചനയുടെ ദൈവത്തിൻ്റെ ശബ്ദത്തിൻ്റെ പ്രവൃത്തിയാണ്. ദൈവമേ, അത് ഇന്ന് രാത്രിയിലും ആമേൻ സ്തോത്രം ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി തുറന്നു തരുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. കർത്താവെ, വിദൂരങ്ങളിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഈ വചനത്തെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മേൽ കർത്താവെ താഴ്വാരത്തിൽ വെളിപ്പെട്ട ആമേൻ സ്തോത്രം ഒരു സൈന്യത്തെ ദൈവം എഴുന്നേൽപ്പിച്ച ആമേൻ സ്തോത്രം ആ മഹാകൃപ വെളിപ്പെടുത്തുന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി. മഹത്വം അങ്ങേക്ക്, യേശുവിൻ്റെ നാമത്തിൽ നല്ല പിതാവേ. നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ആമേൻ. യേശയ്യാ പ്രവചന പുസ്തകം 45-ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ചേർന്ന് വായിക്കാം. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഡിക്ലെയർ ചെയ്യുന്നത് പോലെ വായിച്ചാൽ ആമേൻ, വായിക്കുമ്പോൾ തന്നെ വിടുതലാണ്. കർത്താവിന് സ്തോത്രം. പ്രസംഗിക്കുന്നതിനും അത്ഭുതമാണ്. ആമേൻ. വചനം അങ്ങനെ തന്നെ. കർത്താവിന് സ്തോത്രം. വചനം എന്ന് പറയുന്നത് മായമില്ലാത്ത പാലാണ്. കർത്താവിന് സ്തോത്രം. ഒരു മായം പോലും ഇല്ലാതെ കൃത്യമായിട്ട് പ്രാപിപ്പാൻ ഇടയാകും. അതുകൊണ്ട് എല്ലാവരും ആമേൻ ശബ്ദമുയർത്തി ആമേൻ അത് വായിക്കണമെന്ന് ദൈവനാമത്തിൽ അപേക്ഷിക്കുകയാണ്. യഹോവ തൻ്റെ അഭിഷിക്തനായ കോരശിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു: അവന് ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിനും കതകുകൾ അവന് തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവൻ്റെ വലം കൈ പിടിച്ചിരിക്കുന്നു. ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു കളയുകയും ചെയ്യും. നിന്നെ പേർ ചൊല്ലി വിളിക്കുന്ന ഞാൻ യഹോവ, ഇസ്രായേലിൻ്റെ ദൈവം തന്നെ എന്ന് നീ അറിയേണ്ടതിന് ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലെ ഗുപ്തനിധികളെയും തരും. എൻ്റെ ദാസനായ യാക്കോബ് നിമിത്തവും എൻ്റെ വൃതനായ ഇസ്രായേൽ നിമിത്തവും ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എന്നെ അറിയാതെ ഇരിക്കെ ഞാൻ നിന്നെ ഓമന പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഞാൻ യഹോവയാകുന്നു, മറ്റൊരുത്തനുമില്ല, ഞാനല്ലാതെ ഒരു ദൈവവുമില്ല. നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിന്റെ അര മുറുക്കിയിരിക്കുന്നു. സൂര്യോദയത്തിങ്കിലും അസ്തമാനത്തിങ്കിലും ഉള്ളവർ ഞാനല്ലാതെ മറ്റൊരുത്തനുമില്ല എന്നറിയേണ്ടതിന് തന്നെ ഞാൻ യഹോവയാകുന്നു, മറ്റൊരുത്തനുമില്ല. ഞാൻ പ്രകാശത്തെ നിർമ്മിക്കുന്നു, അന്ധകാരത്തെയും സൃഷ്ടിക്കുന്നു. ഞാൻ നന്മയെ ഉണ്ടാക്കുന്നു, തിന്മയെയും സൃഷ്ടിക്കുന്നു. യഹോവയായ ഞാൻ ഇതൊക്കെയും ചെയ്യുന്നു. ആമേൻ. എല്ലാവരും ദൈവസന്നിധിയിൽ ഇരുന്നാട്ടെ. കേട്ട് ഒത്തിരി ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. പ്രാപിച്ച വചനമാണ് ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ സഭയ്ക്ക് നൽകിയിരിക്കുന്നത്. ആമേൻ. ഇന്ന് രാത്രിയിൽ കേൾപ്പിച്ച ദൂതിതാണ്. കർത്താവിന് സ്തോത്രം. കോരശ് എന്ന് പറയുന്ന ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഒരു ജാതീയ രാജാവിനെ സ്വർഗം ആമേൻ സ്തോത്രം അദ്ദേഹം ഭൂമിയിൽ ഉരുവാകുന്നതിനും 150 വർഷങ്ങൾക്ക് മുമ്പേ ആമേൻ സ്തോത്രം അദ്ദേഹത്തെക്കുറിച്ചുള്ള തന്നെക്കുറിച്ചുള്ള ആലോചനയെ ആമേൻ പറഞ്ഞു വെച്ച ആമേൻ ആമേൻ പ്രവചന ശബ്ദമാണ് ഇന്ന് രാത്രികാലം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം ആമേൻ സ്തോത്രം നമ്മുടെ സഭയിൽ വായിച്ചു കേട്ടത്.
കർത്താവിന് സ്തോത്രം. 150 വർഷങ്ങൾക്ക് മുമ്പ് ആമേൻ സ്തോത്രം ഒരുവൻ ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് ആമേൻ സ്തോത്രം അവൻ്റെ അപ്പനും അമ്മയും ആമേൻ സ്തോത്രം ഈ ഭൂമിയിൽ ഒരുപക്ഷെ ജനിക്കുന്നതിന് മുന്നമേ കർത്താവിന് സ്തോത്രം ആമേൻ ഇവിടെ ജനിക്കാനിരിക്കുന്ന ഒരുത്തനെ കുറിച്ച് സ്വർഗത്തിലെ ദൈവം അവൻ്റെ പേരടക്കം പ്രവചിക്കുകയാണ്. ഇന്ന് രാത്രി ആമേൻ സ്തോത്രം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, നീ ആമേൻ സ്തോത്രം ഹല്ലേലൂയ നിന്റെ അപ്പനും അമ്മയും കാണുന്നതിനും എത്രയോ മുമ്പ് ആമേൻ നിന്നെ കണ്ട ഒരു സ്വർഗമുണ്ടെന്നറിയാമോ? ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ഇന്ന് രാത്രി നീ ഇവിടെ ഇരിക്കുമ്പോൾ ആമേൻ സ്തോത്രം നീ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതും ഇനിയും നീ അനുഭവിക്കുവാനിരിക്കുന്നതും ഇനിയും നീ ആമേൻ സ്തോത്രം നിന്റെ മുന്നിൽ വരുവാനിരിക്കുന്നതും നിന്റെ മുന്നിലെ കതകുകളും ആ കതകു പണിതിരിക്കുന്ന മെറ്റീരിയലിനെയും തിരിച്ചറിയുന്ന ഒരു സ്വർഗം നമുക്കുണ്ട്. കോരശേ, നിന്റെ മുമ്പിൽ താമ്രവാതിലുകളെ ഞാൻ തകർക്കും, ഇരുപോടാമ്പലുകളെ ഞാൻ മുറിക്കും. ആമേൻ സ്തോത്രം. നീ ജനിക്കുന്നതിന് മുന്നേ ആമേൻ സ്തോത്രം നീ ഭൂമിയിൽ ഉരുവാകുന്നതിന് മുമ്പേ നിന്റെ അമ്മയും അപ്പനും കണ്ടുമുട്ടുന്നതിന് മുമ്പേ നിന്നെ കുറിച്ച് ഞാൻ പ്രവചിക്കുകയാ. നിന്റെ മുമ്പിൽ വെളിപ്പെടാനിരിക്കുന്നത് അതൊരു താമ്രവാതില. ആമേൻ ആമേൻ സ്തോത്രം. അതിനെ ഞാൻ തകർത്തു കളയും. പറയുന്നത് സ്വർഗത്തിലെ ദൈവമാ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ ശ്രദ്ധിച്ച് കേട്ടാട്ട് ആമേൻ സ്തോത്രം. നീ ജനിക്കുന്നതിന് മുമ്പേ നിന്നെ മുന്നിൽ വെളിപ്പെടാനിരിക്കുന്ന പ്രതിസന്ധികളെ പോലും അറിയുന്ന, തിരിച്ചറിയുന്ന, വ്യക്തമായിട്ട് എഴുതി വച്ചിരിക്കുന്ന ഒരു സ്വർഗം നമുക്കുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ല. 8 ആമേൻ കേട്ടു. കർത്താവിന് സ്തോത്രം. ആമേൻ പറയുകയാണെങ്കിൽ മുഴുവൻ ആമേൻ പറഞ്ഞോണം. കർത്താവിന് സ്തോത്രം. ആമേൻ പറഞ്ഞ് റിസീവ് ചെയ്യാൻ അല്ലെങ്കിൽ പിന്നെ എന്തിനാ സമയം കളഞ്ഞ് ഇതിനകത്ത് വന്നേ? കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി നിന്നെ അറിയുന്നൊരു ദൈവമുണ്ട്. ആമേൻ നിന്റെ പ്രതിസന്ധികളെ അതിനേക്കാൾ നന്നായിട്ട് അറിയുന്നൊരു ദൈവം. കർത്താവിന് സ്തോത്രം. നീ പോലും അറിയാതെ അത് താമ്രമാണോ ആമേൻ അത് വെങ്കലമാണോ എന്ന് നീ സംശയിച്ച് നിൽക്കുമ്പോൾ സ്വർഗം ആമേൻ സ്തോത്രം നിന്റെ മുന്നിൽ വെളിപ്പെടുന്ന പ്രതിസന്ധിയെ നോക്കി കൃത്യമായിട്ട് പറയും, അല്ല അത് താമ്രമാ. കർത്താവിന് സ്തോത്രം. എത്ര പേർക്ക് സന്തോഷമുണ്ട്? സ്വർഗമേ, ഞാൻ അനുഭവിക്കുന്നത് നിനക്കറിയാമോ? എടാ, നീ അനുഭവിക്കുന്നത് മാത്രമല്ല ഇനി അനുഭവിക്കാൻ ഇരിക്കുന്നതും അറിയുന്നവനാ ഞാൻ. നിങ്ങളെല്ലാവരും കേട്ടില്ല. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി നീ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കഷ്ടത്തെക്കുറിച്ച് ആമേൻ ഘോരം പ്രഘോഷിക്കുന്ന, പ്രസംഗിക്കുന്ന ആമേൻ സ്തോത്രം ആൾക്കാരെ നമ്മൾ കണ്ടു കാണും. കർത്താവിന് സ്തോത്രം. ഞാൻ എന്തുമാത്രം അനുഭവിച്ചെന്ന് അറിയാമോ? കർത്താവിന് സ്തോത്രം. നീ എന്തുമാത്രം അനുഭവിച്ചെന്നും ഇനി എന്തുമാത്രം അനുഭവിക്കാൻ പോകുന്നുവെന്നും നിന്നേക്കാൾ നന്നായിട്ട് അറിയുന്ന ഒരു സ്വർഗം. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. നിന്നെ ഞാൻ പേര് ചൊല്ലി വിളിച്ചിരിക്കുക. നല്ലൊരു ആമേൻ കേൾക്കണം. കർത്താവിന് സ്തോത്രം. നിന്നെ ഞാൻ പേര് ചൊല്ലി വിളിച്ചിരിക്കുക. എല്ലാ പ്രതിസന്ധികളുടെ നടുവിൽ എനിക്ക് നിന്നോട് പറയാനുള്ളത്, നീ ആമേൻ സ്തോത്രം വലിയ പർവ്വതങ്ങളെ കാണത്തില്ലെന്നല്ല. ആമേൻ സ്തോത്രം. എനിക്ക് നിന്നോട് പറയാനുള്ളത്, നിന്റെ മുന്നിൽ താമരം കൊണ്ടൊരു വാതിൽ ഉണ്ടാകത്തില്ലെന്നല്ല. പിന്നെയോ ആമേൻ സ്തോത്രം. എനിക്ക് നിന്നോട് പറയാനുള്ളത്, നിന്റെ കരം ഞാൻ പിടിച്ചിട്ടുണ്ടെന്നാ. എല്ലാവർക്കും മനസ്സിലാകുമെന്ന് എനിക്കറിയത്തില്ല. ആമേൻ. ചിലതിൻ്റെ മേലൊക്കെ ആണിപ്പഴുതിൻ്റെ ഒരു കരം സ്പർശിക്കുന്നത് ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. വേദനിക്കുന്ന ദൈവ പൈതലേ, കരയുന്ന ദൈവ പൈതലേ, നിന്റെ കരം മുറുകെ പിടിക്കുന്ന ഒരു സ്വർഗമുണ്ട്. നിന്നെ കൈവിടത്തില്ലെന്ന് പറയുന്ന ഒരു സ്വർഗമുണ്ട്. നിന്നെ അനാഥരായി വിട്ടുകളയത്തില്ലെന്ന് പറയുന്ന ഒരു സ്വർഗമുണ്ട്. ആമേൻ. നിന്റെ അപ്പനും അമ്മയും മറന്നാലും ഞാൻ നിന്നെ അനാഥരായി വിടുകയില്ലെന്ന് പറയുന്ന ഒരപ്പൻ നമുക്ക് സ്വർഗത്തിലുണ്ട്. കരമടിച്ച് കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. നീ മാത്രം മതി. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപ ഇതിന്റെ അകത്ത് പരക്കുകയാ. ആദിയിൽ ജനത്തിനു മീതെ പരിവർത്തിച്ച ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ കുടുംബങ്ങളിൽ തകർന്ന ജീവിതങ്ങളുടെ മേൽ ഇപ്പോൾ പരിവർത്തിച്ചു കൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചാട്ടെ. പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചാട്ടെ. ഹല്ലേലൂയ. വിഷമിക്കുന്ന ചിലതിനു വേണ്ടി സ്വർഗം ഇന്ന് രാത്രി ആമേൻ സ്തോത്രം ഹല്ലേലൂയ പറഞ്ഞു വെക്കുകയാ. നിന്റെ കരം ഞാൻ മുറുകെ പിടിച്ചിട്ടുണ്ട്. ദൈവ പൈതലേ, നിന്റെ കരം ഞാൻ മുറുകെ പിടിച്ചിട്ടുണ്ട്. നീ അനാഥനായി പോവുകയില്ല. നീ പരാജയപ്പെട്ട് പോവുകയില്ല. ഞാൻ നിന്റെ മുന്നേ ആമേൻ സ്തോത്രം നിന്റെ മുന്നേ പോകും. നമ്മൾ വായിച്ച വാക്യം 2-ാമത്തെ വാക്യത്തിനകത്ത് പറയുന്നത്, നിനക്ക് മുമ്പായി കർത്താവിന് സ്തോത്രം നിനക്ക് മുമ്പായി ഞാൻ ചെല്ലും. ഇന്ന് രാത്രി
ദൈവം എവിടെയെന്ന് ചോദിക്കുന്ന നിന്നോട് ദൈവത്തിന് പറയാനുള്ളത്, നിനക്ക് മുമ്പായി ഞാൻ പോകും. നീ കാണുന്ന പർവ്വതത്തിന് ആമേൻ സ്തോത്രം നീ അല്ല നേരിടുന്നത്, പിന്നെയോ നിനക്ക് മുമ്പായി ഞാൻ ചെല്ലും. വിശ്വസിക്കാമോ? ഇന്ന് രാത്രി വിശ്വസിക്കാമോ? ഈ വചനം ഇങ്ങനെ വന്ന് വീഴുമ്പോൾ ആരെങ്കിലും ഹൃദയത്തെ തുറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ആമേൻ ഐ ആം ടെല്ലിങ് യു, കർത്താവിന്റെ സ്തോത്രം, ഒരു സൈന്യം എഴുന്നേൽക്കാൻ പോകുക. അസ്ഥി താഴ്വരയ്ക്കകത്തൊരു സൈന്യം എഴുന്നേൽക്കാം. അസ്ഥി താഴ്വരയ്ക്കകത്ത് സൈന്യം എഴുന്നേൽക്കാം. അവൻ ഇത് പറയാനുള്ള ധൈര്യം എന്താണെന്ന് അറിയാമോ? ഇത് അവൻ പറയാനുള്ള ധൈര്യം പ്രാർത്ഥനാ മുറിയിൽ ഞാൻ ചെലവഴിച്ച മണിക്കൂറുകളൊന്നുമല്ല. ഞാൻ പറയുന്നത് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനമാണ്. ഇന്ന് രാത്രി നിന്റെ അവസ്ഥകളെ മാറ്റുന്ന, നിന്റെ സ്ഥിതിയെ മാറ്റുന്ന അവൻ ദൈവത്തിന്റെ വചനമാ പറഞ്ഞു വെക്കുന്നത്. അവൻ ഒരു സൈന്യം എഴുന്നേൽക്കും, ഒരു സൈന്യം എഴുന്നേൽക്കും. താമരവാതിലുകൾക്ക് മുമ്പിൽ പരാജയപ്പെടുന്നവനല്ല, താമരവാതിലുകൾക്ക് മുമ്പിൽ അവൻ കരഞ്ഞു പോകുന്നവനല്ല, ഇരുമ്പോടാമ്പലുകൾക്ക് മുമ്പിൽ ഇനി മുന്നോട്ടില്ലെന്ന് പറയുന്നവനല്ല, പിന്നെയോ ഒരു സൈന്യം എഴുന്നേൽക്കും. നിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ താമരവാതിലിന് സാധിക്കത്തില്ല. വചനം പറയുക, ആമേൻ സ്തോത്രം, ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമരവാതിലുകളെ തകർത്ത്, ചേർന്നൊന്ന് പറഞ്ഞ് തകർത്ത്, ആമേൻ ഇരുമ്പോടാമ്പലുകളെ ഗണ്ണിച്ച്, ചേർന്നൊന്ന് പറയാമോ, ഗണ്ണിച്ച് കളയും. ആമേൻ സ്തോത്രം, ഇതെന്ത് സാധനമാണെന്ന് ആമേൻ സ്തോത്രം ഉരച്ചു നോക്കി തുരുമ്പൊക്കെ കളഞ്ഞ് പഠിക്കാനായിട്ട് ഇരിക്കുമ്പോ സ്വർഗം പറയുക, അത് ഇരുമ്പാ. നീ ജനിക്കുന്നതിന് 150 വർഷം മുമ്പ് ഞാൻ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, വേണേ കാണിച്ചു തരാം. എത്ര പേർക്ക് ചിരി വരുന്നുണ്ട്? ആമേൻ സ്തോത്രം, നിന്റെ പർവ്വതത്തെ നോക്കി ചിരിക്കാൻ ഇന്ന് പരിശുദ്ധാത്മാവ് നിന്നെ ബലപ്പെടുത്തുകയാണ്. നീ നിരാശപ്പെട്ടു പോകത്തില്ല, ഡിപ്രഷൻ നിന്നെ പിടിക്കത്തില്ല. ഇന്ന് രാത്രി നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ളവനാ, അവൻ അന്ത്യത്തോളം നടത്തുവാൻ വിശ്വസ്തനായ ദൈവമാ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ചിലത് ചെയ്യാൻ പോവുക, പരിശുദ്ധാത്മാവ് ചിലത് ചെയ്യാൻ പോവുക. ഇന്ന് രാത്രി സഭയ്ക്ക് വേണ്ടി, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് ചിലത് ചെയ്തുകൊണ്ടിരിക്കുക. അസ്ഥിത്താഴ്വരയ്ക്കകത്ത് സൈന്യം എഴുന്നേൽക്കുകയാണ്. ഇരുമ്പ് വാതിലുകളെ സ്വർഗം തകർക്കുന്ന രാത്രിയാ. നിനക്ക് മുമ്പേ സ്വർഗം ചലിക്കുന്ന രാത്രിയാ. നിന്റെ പർവ്വതത്തോട്, നിന്റെ ജീവിതത്തിലെ പർവ്വതത്തോട്, നീ വിഷമിച്ചു പോയ പർവ്വതത്തോട് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ ശബ്ദം, സെരുബാബേലേ, നിന്റെ മുന്നിലെ മഹാപർവ്വതമാർ അത് സമഭൂമിയായി തീരും, അത് സമഭൂമിയായി തീരും. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ രാത്രിയാ. അവൻ ഷേപ്പില്ലെന്ന് പറയുന്ന, രൂപമില്ലെന്ന് പറയുന്ന നിന്നെ നോക്കി പരിശുദ്ധാത്മാവ് പറയാ, ഇന്ന് രാത്രി ഞാൻ നിന്റെ മേൽ ചലിക്കും. ഇന്ന് രാത്രി നിന്റെ ഭവനത്തിന്റെ മേൽ വെളിപ്പെട്. ഇന്ന് രാത്രി നിന്റെ സഭയിൽ വെളിപ്പെട്. ഇന്ന് രാത്രി നീ പരാജയമാണെന്ന് പറഞ്ഞ്, നീ മുന്നോട്ട് പോകത്തില്ലെന്ന് പറഞ്ഞ് അതേ സ്ഥലത്ത് പരിശുദ്ധാത്മാവ് പരിവർത്തിക്കും. നിന്റെ ശരീരത്തിന്റെ മേൽ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കും. അവൻ സഹോദരൻ, രോഗമായിട്ട് എത്ര പേര് ഇതിനകത്ത് വന്നിട്ടുണ്ട്? കൈയൊന്നും പോക്കണ്ട. പരിശുദ്ധാത്മാവ് നിന്റെ ശരീരത്തിന്റെ മേൽ പരിവർത്തിക്കുക. ഡോക്ടർ പറഞ്ഞിട്ട് കാണാത്ത, ആമേൻ, ഡോക്ടർ പറഞ്ഞ ടെസ്റ്റ് മുഴുവൻ നടത്തിയിട്ട് കാണാത്ത ആ രോഗമുണ്ടല്ലോ, ആമേൻ സഹോദരൻ, അതിന്റെ മേൽ, ആമേൻ, ആ വ്യാധിയുടെ മേൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഇടപെടും. ഇത് പരിശുദ്ധാത്മാവിന്റെ രാത്രിയാ. ചേർന്ന് പറഞ്ഞു, ഇത് പരിശുദ്ധാത്മാവിന്റെ രാത്രിയാ, ഇത് പരിശുദ്ധാത്മാവിന്റെ രാത്രിയാ. ഞാൻ പരാജയപ്പെടത്തില്ല, ഞാൻ പതറിപ്പോകുകയില്ല, ഞാൻ തകർന്നു പോവുകയില്ല, ഞാൻ നശിച്ചു പോവുകയില്ല. എൻ്റെ കുഞ്ഞുങ്ങൾ ഒരു പരാജയമാകത്തില്ല, എൻ്റെ ജീവിത പങ്കാളി ഒരു പരാജയമാകത്തില്ല, എൻ്റെ സഭ ഒരു പരാജയമാകത്തില്ല. അവൻ ഞാൻ അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യാം. പാഴും ശൂന്യവും എന്ന് ശത്രു പറഞ്ഞെടുത്ത്, പാഴും ശൂന്യവും എന്ന് ശത്രു പറഞ്ഞെടുത്ത്, രൂപമില്ല ഗുണമില്ലെന്ന് ശത്രു പറഞ്ഞെടുത്ത് സ്വർഗം ചിലത് ചെയ്യാൻ പോവുകയാണ്. ആമേൻ. ആകാശത്തിലും ഉണ്ടാകും, ഭൂമിക്കടിയിൽ വെള്ളത്തിനകത്തും ഉണ്ടാകും, ഭൂമിയുടെ പരപ്പിലും ജീവനെ നിക്ഷേപിക്കുന്ന ഒരു സ്വർഗമുണ്ട്. ഇന്ന് രാത്രി അവന്റെ ശബ്ദത്തിങ്കൽ ഇല്ലാത്തത് ഉളവായി വരും. ചേർന്ന് പറഞ്ഞ്, ഇല്ലാത്തത് ഉളവായി വരും, ഇല്ലാത്തത് ഉണ്ടായി വരും. ഇല്ലാത്ത സമാധാനം ഇന്ന് രാത്രി ഉണ്ടാകും, ഇന്ന് രാത്രി ഉണ്ടാകും, ഇന്ന് രാത്രി ഉണ്ടാകും.
ഇന്ന് രാത്രി സമാധാന പ്രഭുവിനെ ഞാൻ വിളിക്കുകയാ. ആമേൻ. ദ പ്രിൻസ് ഓഫ് പീസ്. ആമേൻ. സ്വതന്ത്രശാലം രാജാവ് മെൽക്കിസേദക്കിന്റെ ക്രമപ്രകാരം ശുശ്രൂഷകനായിരിക്കുന്നവൻ നിന്റെ ഭവനത്തിൽ വെളിപ്പെട്. ആമേൻ. ആമേൻ. എത്ര പേര് ആമേൻ പറയൂ? കർത്താവിന് സ്തോത്രം. വചനത്തെ വെറുതെ ചുമ്മാ റിസീവ് ചെയ്തു. ജീവിതം നീ മാറ്റും. നീ മാറ്റും. ചേർന്ന് പറഞ്ഞ് ഞാനെന്റെ ജീവിതത്തെ മാറ്റും. ഞാൻ എൻ്റെ ജീവിതത്തെ മാറ്റും. ആമേൻ. ദൈവദാസനല്ല. ആമേൻ. ദൈവത്തോടെ കരയാനും പോകുന്നില്ല. ഇന്ന് രാത്രി പറഞ്ഞു വെച്ച സാധനം മാത്രം മതി എൻ്റെ ജീവിതം മാറാൻ. എല്ലാവർക്കും പിടികിട്ടിയോന്ന് അറിയത്തില്ല. ഇതിനകത്ത് പറഞ്ഞു വെച്ചേക്കണ സമ്പത്തുണ്ട്. അത് മാത്രം മതി. അത് മാത്രം മതി. ആമേൻ. സ്തോത്രം. നിന്റെ വിശ്വാസം കത്തട്ടെ. നിന്റെ വിശ്വാസം കത്തട്ടെ. വചനം പറയുക, നിന്നെ ഞാൻ പേര് ചൊല്ലി വിളിച്ചിരിക്കും. ആമേൻ. സ്തോത്രം. നിന്റെ കുടുംബക്കാർക്കും നിന്റെ വീട്ടുകാർക്കും ഒന്നും നിന്റെ പേരറിയാൻ പാടില്ലെങ്കിലോ വചനം പറയുക, നിന്നെ ഞാൻ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. അതിലെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്നറിയാമോ? കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അതിന്റെ 4ാമത്തെ വാക്യം. ആ 4ാമത്തെ വാക്യം ബി പാട്ടൊന്ന് വായിച്ചേ. കർത്താവിന് സ്തോത്രം. ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഓ നീ എന്നെ ഇത്ര നല്ലവനാ പ്രിയനേ, രുചി നിന്നെ ഞാൻ. ആമേൻ. കർത്താവിന് സ്തോത്രം. നീ എന്നെ അറിയാതിരിക്കെ. കർത്താവിന് സ്തോത്രം. നീ ക്രൂശിന് ശത്രുവായിരിക്കുമ്പോ ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചു. ചുമ്മാ പേരല്ല, ഓമന പേര് ചൊല്ലി വിളിച്ചു. ചുമ്മാ അതാണോ പ്രിയമുള്ളവരെ നമ്മുടെ കർത്താവിനെ നമ്മൾ നല്ലവനെന്ന് പറയുന്നത്? കർത്താവിന് സ്തോത്രം. പാട്ടുകാരൻ വേറെ ഒന്നും എഴുതാൻ നല്ല വാക്കായതുകൊണ്ട് എഴുതി പിടിപ്പിച്ചോ ഒന്നുമല്ല. അദ്ദേഹം എഴുതിയതിലൊക്കെ എത്രയോ നല്ലതാ. കർത്താവിന് സ്തോത്രം. ആമേൻ. വചനം പറയുക, ആമേൻ. സ്തോത്രം. നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചു. ഞാൻ നിന്നെ ഓമന പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ വിളിക്കകത്ത് ഭയങ്കര സംഭവമാണ്. ദൈവത്തിന്റെ ഒരു വിളി വന്നിട്ടുണ്ടെങ്കിൽ, ഒരു സ്വർഗീയ വിളി നിനക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് മതി നിന്റെ ജീവിതം പാടാൻ. വചനം പറയുക, നിന്നെ വിളിച്ചത് എന്തിനാണെന്നറിയാമോ? ഞാൻ യഹോവയാകുന്നു, മറ്റൊരുത്തനുമില്ല, ഞാനല്ലാതെ ഒരു ദൈവമില്ല. നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിന്റെ അര മുറുക്കിയിരിക്കുന്നു. വചനം പറയുക, ഞാനല്ലാതെ മറ്റൊരുത്തനുമില്ല. കർത്താവിന് സ്തോത്രം. എന്തിനാ നിന്നെ വിളിച്ചതെന്നറിയാമോ? ആമേൻ. സ്തോത്രം. ഒരു ദൗത്യം നിന്നെ ഏൽപ്പിക്കാനാ. ഇന്ന് രാത്രി ഇതിന്റെ അകത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, എനിക്കൊരു ദൗത്യമുണ്ട്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞ്, എനിക്കൊരു ദൗത്യമുണ്ട്. എത്ര പേരത് വിശ്വസിക്കുന്നു? കോരശിന്റെ അമ്മയുടെ ഉദരത്തിനകത്ത് കോരശ് ഉരുവാകുന്നതിന് മുമ്പേ, അവൻ കോരശ് എന്ന് പറയുന്നൊരു പേര് അവൻ സ്തോത്രം ഉണ്ടാകുന്നതിന് മുമ്പേ, ഞാൻ വിശ്വസിക്കുക 150 വർഷം മുമ്പൊക്കെ ഉള്ള പേര് അവൻ സ്തോത്രം നമ്മുടെ ബൈബിളിലെ പേരൊക്കെ അല്ലാതെ വേറൊരു പേരും അങ്ങനെ നിൽക്കുന്നതായിട്ട് എനിക്കറിവില്ല. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അവൻ പുതിയ പേരൊക്കെ കണ്ടുപിടിച്ച് അവൻ ഇട്ടുകൊണ്ടിരിക്കുന്ന കാലമാണ് അല്ലേ? അവൻ സ്തോത്രം. ഞാൻ തപ്പിയിട്ട് കോരശ് എന്ന് പറയുന്ന വേറെ ആരുടെയും പേര് ഞാൻ കണ്ടില്ല. കർത്താവിന് സ്തോത്രം. എന്ന് പറഞ്ഞ അപ്പനും അമ്മയ്ക്കും കോരശ് എന്ന് പറയുന്നൊരു പേര് മനസ്സിൽ തോന്നുന്നതിന് മുമ്പേ സ്വർഗ കോരശേന്ന് ഓമന പേര് ചൊല്ലി വിളിക്കുക. ജോണി വീട്ടിലെ ചെല്ലപ്പേരെന്താ? ആൽബർട്ട്. കർത്താവിന് സ്തോത്രം. നമുക്ക് ആർക്കും അറിയത്തില്ല. ഞാൻ പോലും വിളിക്കുന്നത് ജോണിന്നാ. കർത്താവിന് സ്തോത്രം. ഈ ആൽബർട്ടേന്നാ കർത്താവ് വിളിച്ചേ. എപ്പോഴാണെന്നറിയാമോ? ജോണിയുടെ അപ്പനും അമ്മയും കാണുന്നതിന് മുമ്പ്. കർത്താവിന് സ്തോത്രം. 150 വർഷം മുമ്പ്. 10-20 വയസ്സായി. കർത്താവിന് സ്തോത്രം. അവൻ സ്തോത്രം. ഹല്ലേലൂയ. അവൻ 130 വർഷം കൂടി മുമ്പേ കർത്താവിന് സ്തോത്രം. ജോണിയെ പോലെ ഒരുത്തരെ ഈ ഭൂമിയിൽ കണ്ടിട്ട് പോലും ഇല്ലാത്ത സമയത്ത് അല്ലേ? കർത്താവിന് സ്തോത്രം. ആൽബർട്ട് എന്നൊരു പേര് അവൻ ആ ഭാഗത്തൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് ജോണി എന്നോട് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയൊന്നും പേര് അവിടെ ഇല്ലെന്ന്. കർത്താവിന് സത്യമാണ്. ഞാൻ യാദൃശ്ചികമായി പറഞ്ഞു പോയെന്നേ ഉള്ളൂ. കർത്താവിന് സ്തോത്രം. ഉള്ള കാര്യമാണ്. അവിടെ ഇല്ലല്ലോ അല്ലേ? എന്നോട് പണ്ട് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്.
കർത്താവിന് സ്തോത്രം. അപ്പൊ അങ്ങനെ ഒരു പേര് അപ്പനും അമ്മയ്ക്കും മനസ്സിലിങ്ങനെ അവൻ സ്തോത്രം ഉണ്ടായി വരുന്നതിന് മുമ്പ് സ്വർഗം വിളിക്കുക കോരശേ. എത്ര ഭംഗിയായിട്ട് വിളിക്കുന്നതെന്നറിയാമോ? ഓമന പേര്. പ്രിയ ദൈവ പൈതലെ, എല്ലാ പർവ്വതത്തിന്റെ മുമ്പിലും എല്ലാ ചാമരവാതിലിന്റെ മുമ്പിലും നിന്നിട്ട് കരയല്ല വേണ്ടത്. എന്നെ ഓമന പേരിട്ട് വിളിക്കുന്ന ഒരപ്പച്ചൻ എനിക്ക് സ്വർഗത്തിലുണ്ട്. വിശ്വസിക്കാമോ? വിശ്വസിക്കാമോ? കോരശ് നമ്മെ പഠിപ്പിക്കുന്നത് ഭയങ്കര ഒരു മർമ്മമാണ്. കർത്താവിന്റെ സ്തോത്രം. ഒരിക്കലും അനാഥനായിട്ട് വിടത്തില്ലെന്ന് പറഞ്ഞ സ്വർഗത്തിന്റെ ശബ്ദം. കർത്താവിന്റെ സ്തോത്രം. വചനം പറയുക, കോരശേ അവൻ സ്തോത്രം നിന്നെ ഞാൻ ഓമന പേര് ചൊല്ലി വിളിച്ചിരിക്കുക. എപ്പോഴാ? നീ എന്നെ അറിയാതിരിക്കുമ്പോ. എന്തിനാണെന്നറിയാമോ? എന്തിനാണെന്നറിയാമോ? ആ നിന്റെ അരമുറുക്കി. എന്തിനാ അരമുറുക്കി എന്നറിയാമോ? ജാതികൾക്ക് വേണ്ടി. കർത്താവിന്റെ സ്തോത്രം. സുവിശേഷത്തിന്റെ ഒരു പുതപ്പ് ഇന്ന് രാത്രി സ്വർഗം ഇതിന്റെ അകത്തിടും. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ ഇന്ന് രാത്രി എനിക്ക് വേറെ എന്തെങ്കിലും മെസ്സേജ് തരണം. പരിശുദ്ധാത്മാവ് പറഞ്ഞു, ആമേൻ സ്തോത്രം, ഇന്ന് പ്രസംഗിക്കുമ്പോൾ തന്നെ ആമേൻ സ്തോത്രം, ആമേൻ മെസ്സേജിന്റെ പ്രവൃത്തി സ്വർഗം ചെയ്തോളൂ. കർത്താവിന് സ്തോത്രം. ഒരു പുതപ്പ് വീഴുകയാണ് ഇന്ന് രാത്രി. ആമേൻ സ്തോത്രം. ഒരു ടേണിംഗ് പോയിന്റ് രാത്രിയായിട്ട് മാറും. എത്ര പേര് കർത്താവിനോട് പറയും, അപ്പാ ഞാൻ പോകാമെന്ന് പറയുന്ന എത്ര പേര്? കോരശ് ദൈവത്തെ അറിഞ്ഞിട്ടില്ല. കോരശ് യേശുവിനെ അറിഞ്ഞിട്ടില്ലെന്ന് ഇവിടെ ഇരിക്കുന്ന പലരും ആമേൻ സ്തോത്രം യേശുവിനെ കേട്ടിട്ടുള്ളത് ഒരു പ്രത്യേക ദിവസം ആരാണ്ട് നിർബന്ധിച്ചപ്പോ സഭയ്ക്കൊക്കെ അത് വന്നപ്പോഴാ. അല്ലേ കർത്താവിന്റെ സ്തോത്രം. അതുപോലെയാ കോരശിന്റെ ജീവിതം. കോരശ് പാഗൻ കിങ്ങാ. അവൻ ജാതീയ രാജാവ്. അവൻ സ്തോത്രം ഹല്ലേലൂയ. എന്നാൽ ദൈവം അവനെ തെരഞ്ഞെടുത്തെന്ന, അവനെ പേര് ചൊല്ലി വിളിച്ചെന്ന. ഇന്ന് രാത്രി ഇതിൻ്റെ അകത്തിരിക്കുന്ന ചിലതിനെ നീ യേശുവിനെ കണ്ടിട്ടില്ലെങ്കിലും, നീ യേശുവിനെ അറിഞ്ഞിട്ടില്ലെങ്കിലും, നീ യേശുവിൻ്റെ ക്രൂശിന് ശത്രുവാണെങ്കിലും നിന്നെ തിരഞ്ഞെടുത്തിരിക്കുക. ഇന്ന് രാത്രി എന്നെ ഇവിടെ നിർത്തിയത് എന്തിനാണെന്നറിയാമോ? കോരശിനെ കുറിച്ച് പ്രസംഗിച്ച സമയം കളയാനല്ല. ഇന്ന് രാത്രി എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത് ആമേൻ സ്തോത്രം ഹല്ലേലൂയ, ദൈവത്തിന് ഇത് നിന്നെ അറിയിക്കണം. നിന്നെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുക. ആമേൻ. ഒരു തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പ്രസംഗിക്കാനാ ഇതിന്റെ പിന്നിൽ ഞാൻ ഇന്ന് രാത്രി നിൽക്കുന്നേ. ദൈവം നിന്നെ കണ്ടിരിക്കുക പൈതലേ. ഇന്ന് രാത്രി നിന്റെ മുമ്പിൽ ആമേൻ സ്തോത്ര പർവ്വതങ്ങൾ നിലം പരിശാകാൻ പോവുക. നിന്നെ വിളിച്ചിരിക്കുന്ന വിളിയും തിരഞ്ഞെടുപ്പും നീ ഉറപ്പിക്കുന്ന മാത്രയിൽ ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി നിൽക്കാൻ പോവുകയാണെന്ന് തീരുമാനിക്കുന്ന ഇടത്ത് നിന്റെ ചരിത്രം സ്വർഗം മാറ്റാൻ പോവുക. എത്ര പേര് ഇത് കേട്ടെന്ന് എനിക്ക് അറിയാൻ പാടില്ല. കർത്താവിന് സ്തോത്രം ഹല്ലേലൂയ. ഒരു തീരുമാനത്തിന്റെ മുന്നിൽ സ്വർഗം ചിലത് ചെയ്യാൻ പോവുകയാണെന്ന്. നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ജനിക്കുന്നതിന് മുമ്പ്, ഉരുവാകുന്നതിന് മുമ്പേ കർത്താവിന് സ്തോത്രം ഒരു അസൈൻമെന്റ് സ്വർഗം നിന്റെ മേൽ വെച്ചിരിക്കുക. എന്താ അസൈൻമെന്റ് എന്നറിയാമോ? ഞാനല്ലാതെ അവൻ ആറാമത്തെ വാക്യം ഒന്ന് വായിച്ചു ദേവാസനെ. അവൻ ഒന്നുകൂടി വായിച്ചാട്ടെ. തിരുവചനം പറയുന്നത് ഭൂമിയുടെ അതിർത്തി എന്നാ. ഭൂമിയുടെ അതിർത്തിയോളം പോകാനാ പറഞ്ഞത് അല്ലേ? യേശു ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഉയർത്തെഴുന്നേറ്റ സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് ശിഷ്യന്മാരെ വലിയ ദൗത്യം ഏൽപ്പിക്കുമ്പോൾ, ദൗത്യം ചേർന്ന് പറഞ്ഞ ദൗത്യം, ഒരു അസൈൻമെന്റ് ഏൽപ്പിക്കുമ്പോൾ, കോരശിന്റെ മേൽ സ്വർഗം വെച്ചിരിക്കുന്നത് പോലെ ഒരു അസൈൻമെന്റ് ശിഷ്യന്മാരെ ഏൽപ്പിക്കുമ്പോൾ സ്വർഗം ഇങ്ങനെ പറഞ്ഞു. എന്താ പറഞ്ഞതെന്നറിയാമോ? നിങ്ങൾ ഭൂമിയുടെ ആമേൻ സ്തോത്രം ആമേൻ ആമേൻ മാർക്കോസിന്റെ സുവിശേഷം 16:15 വാക്യമാ. കർത്താവിന്റെ സ്തോത്രം എന്താ പറഞ്ഞതെന്നറിയാമോ? നിങ്ങൾ ലോകമെങ്ങും പോയി ആമേൻ സ്തോത്രം ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത് ടു ദി അട്ടർമോസ്റ്റ് പാർട്സ് ഓഫ് ദി എർത്ത് എന്നാ. ഭൂലോകത്തിന്റെ സകല അതിർത്തിയോളം ചെല്ലാനാ പറഞ്ഞത്. ആമേൻ. ഭൂലോകത്തിന്റെ അറ്റത്തോളം. എവിടെയാ അറ്റം? അതാ സൂര്യന്റെ അസ്തമനത്തെങ്കിലും ഉദയത്തെങ്കിലും. കർത്താവിന്റെ സ്തോത്രം. എല്ലായിടത്തും എന്തിനാ ചെയ്യുക? എല്ലായിടത്തും എന്ത് ചെയ്യണം? മറ്റൊരുത്തരും ഇല്ലെന്ന് വിളിച്ചു പറയണം. അതിനു വേണ്ടിയാ നിന്നെ അസൈൻ ചെയ്തിരിക്കുന്നത്. അതിനു വേണ്ടിയാ നിന്റെ കരം പിടിച്ചിരിക്കുന്നത്. അതിനു വേണ്ടിയാ നിന്റെ മുമ്പേ ഞാൻ പോകുന്നേ. അതിനു വേണ്ടിയാ
അതിനു വേണ്ടിയാ. കർത്താവിന് സ്തോത്രം. പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തിനകത്ത് ഇടപെടുമ്പോ, പരിശുദ്ധാത്മാവ് നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആമേൻ സ്തോത്രം, സ്വർഗ്ഗം നിന്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്തും. കർത്താവിന് സ്തോത്രം. ഇതിന്റെ അകത്ത് യേശുവിൽ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? യേശുവിന് ജീവിതം കൊടുത്ത് എത്ര പേരുണ്ട്? ആ കരമൊക്കെ നീ കാണട്ടെ. കർത്താവിന് സ്തോത്രം. നിന്നെ കുറിച്ച് സ്വർഗ്ഗം പറയുന്നത് നീ ഭൂമിയുടെ അറ്റത്തോളം പോണമെന്നാ. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ സംഭവിക്കും. ആമേൻ സ്തോത്രം. അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും, അവർ ഭൂതങ്ങളെ പുറത്താക്കും, അവരെല്ലാം ചെയ്യും. എന്താ കാര്യം? കോരശേ, നിന്റെ അര ഞാൻ മുറുക്കുകയാ. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ഈ ദൗത്യത്തിന് വേണ്ടി. ഇന്ന് രാത്രി ഒരു വലിയ ദൗത്യം, ആമേൻ, അതിന്റെ ശക്തി വെളിപ്പെടട്ടെ, കട്ടിപിടിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഈ വചനം എല്ലാവർക്കും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കർത്താവിന് സ്തോത്രം. ചിലതിന്റെ മേലൊക്കെ ആ പുതപ്പിന്റെ ശക്തി ഒന്ന് വെളിപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ. നിന്റെ മുന്നിൽ പർവ്വതങ്ങൾ സമഭൂമിയാകും, നിന്റെ മുന്നിൽ താമര കതികൾ തകരും, നിന്റെ മുമ്പിൽ ഇരുപോടാമ്പലികൾ മുറിഞ്ഞു വീഴും. നീ പോലും സമ്മതിക്കാത്ത ഇടത്ത് സ്വർഗം നിന്നെ തെരഞ്ഞെടുത്ത് ആക്കി വെച്ചിരിക്കുക. കർത്താവിന് സ്തോത്രം. കോരശ് നിന്നെ തെരഞ്ഞെടുത്തത് നിന്റെ ഇഷ്ടത്തിനല്ല, അല്ലേ? എത്ര പേർക്ക് ഉറപ്പുണ്ട്? കർത്താവിന് സ്തോത്രം. കോരശിന്റെ ഇഷ്ടത്തിനല്ല ദൈവം തെരഞ്ഞെടുത്തതെന്ന്. കർത്താവിന് സ്തോത്രം. എല്ലാവർക്കും അറിയാമല്ലേ? കർത്താവിന് സ്തോത്രം. കോരശ് ജനിക്കുന്നതിന് മുമ്പ് കോരശിനെ കുറിച്ച് പറഞ്ഞിരിക്കുക, നിന്റെ മുമ്പിൽ രാജാക്കന്മാര് ആമേൻ ഡിസാംഡ് ആവും. കർത്താവിന് സ്തോത്രം. എല്ലാം ഇല്ലാതെ, ഒന്നും ഇല്ലാതെ നിലംപരിച്ചായി പോകും. നീ പോകുന്നിടത്തേക്ക് അനുഗ്രഹമായി തീരും. ആമേൻ. നിന്റെ മുമ്പിൽ വാതിലുകൾ തുറക്കപ്പെടും, തുറന്ന് തന്നെ പിടിക്കും. അങ്ങനെ എഴുതിയിരിക്കുന്നത്, അല്ലേ? രണ്ടാം വാക്യം ഒന്നുകൂടി വായിച്ചേ, നല്ല വാക്യമാണ്. താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിക്കും. അവന്റെ ഒന്നാമത്തെ വാക്യം കൂടി വായിച്ചിട്ട് ദിവസേ, യഹോവ തന്റെ അഭിഷിക്തനായ കോരശിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു. എപ്പോഴാണെന്നറിയാമോ? കോരശ് ജനിക്കുന്നതിന് മുമ്പേ പറയാ, ഞാൻ നിന്നെ അഭിഷിക്തനാക്കി, അഭിഷേകം ചെയ്യുക. ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവർ ചിന്തിച്ചത്, ആമേൻ സഹോദരൻ, ഞാൻ യേശുവിനെ ആമേൻ കണ്ടുമുട്ടിയ അന്നത്തെ രാത്രി ഞാൻ കർത്താവിന് ഹൃദയം കൊടുത്തു, അങ്ങനെയാ? അല്ല. ആമേൻ സഹോദരൻ, നീ ജനിക്കും മുമ്പേ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുക. നിന്റെ സമ്മതം ആര് ചോദിച്ചു? ഞാൻ നിന്നെ വിളിച്ചു, നിന്നെ ഓമന പേരിട്ട് വിളിച്ചു. ആമേൻ സ്തോത്രം. എന്തിനാ? നീ എന്റേതാ, യു ആർ മൈൻ. വചനത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത്, യു ആർ മൈൻ. കർത്താവിന് സ്തോത്രം. നീ എന്റെയാ. കർത്താവിന് സ്തോത്രം. ഈ കോരശിനെ കുറിച്ച് പഠിക്കുമ്പോൾ, കോരശിനെ കുറിച്ച് നമ്മൾ അറിയുന്നത് എന്താണെന്നറിയാമോ? കോരശ് ഒരു ആമേൻ ജാതീയ രാജാവാ, ബാബിലോണിയൻ മതമാ. ആമേൻ. മാത്രമല്ല അദ്ദേഹം ഈ പോകുന്നിടത്തെല്ലാം ഭയങ്കര ജനറോസ് ആമേൻ മനുഷ്യനാ. കർത്താവിന് സ്തോത്രം. എല്ലാവരുടെയും കൂട്ടെ കൂടും. ആമേൻ. ആമേൻ സ്തോത്രം. നിന്റെ ദൈവത്തിന്റെ ആമേൻ സ്തോത്രം ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അവിടെ പോയി കഴിക്കും, ഇവിടെ ആരെങ്കിലും പിടിച്ച് അവിടെയും പോകും, എല്ലായിടത്തും പോകുന്ന മനുഷ്യനാ. കർത്താവിന് സ്തോത്രം. വചനം പറയുക, അങ്ങനത്തെ മനുഷ്യനെ വിളിച്ചിട്ട് പറയുക, മറ്റൊരുത്തരും ഇല്ലെന്ന് പ്രസംഗിക്കാനാണ് നിന്നെ ഞാൻ അഭിഷേകം ചെയ്തിരിക്കുന്നത്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, ചരിത്രത്തിനകത്ത് ആമേൻ സ്തോത്രം ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്. ആമേൻ സ്തോത്രം ഒരു വേളയിൽ ആമേൻ സ്തോത്രം ആരാ ചെന്ന് പറഞ്ഞതെന്നൊന്നും എനിക്കറിയത്തില്ല. കർത്താവിന് സ്തോത്രം ഈ സ്ക്രോളുമായിട്ട്, കോരശിനെ കുറിച്ച് എഴുതി വച്ചിരിക്കുന്ന സ്ക്രോളുമായിട്ട് കോരശിൻ്റെ അടുക്കൽ ചെന്നെന്നാ പറയുന്നത്. എന്നിട്ട് പറയുക, രാജാവേ, മഹാരാജാവേ, അങ്ങയെക്കുറിച്ച് എഴുതി വച്ചിരിക്കുക. അതുവരെ താൻ വിചാരിച്ചതെന്താണെന്നറിയാമോ? ആമേൻ സ്തോത്രം. ഈ കണ്ട രാജ്യങ്ങൾ, ചെല്ലുന്ന രാജ്യങ്ങൾ മുഴുവൻ ഇദ്ദേഹം വെട്ടിപ്പിടിക്കും. അദ്ദേഹം വിചാരിച്ചത് തൻ്റെ മിടുക്കുകൊണ്ടാണെന്നാ, അവൻ തൻ്റെ കഴിവുകൊണ്ടാണെന്നാ. അവൻ ഈ സ്ക്രോള് കണ്ടപ്പോൾ, ഈ എഴുത്ത് കണ്ടപ്പോൾ തനിക്ക് കാര്യം പിടികിട്ടി. കർത്താവിന് സ്തോത്രം. അന്ന് കോരശ് മനസ്സിലാക്കി. കോരശ് അതുവരെ അറിയാതിരുന്ന സത്യദൈവത്തെക്കുറിച്ച് അന്ന് മുതൽ പ്രസംഗിക്കാൻ തുടങ്ങിയെന്ന. കർത്താവിന് സ്തോത്രം. നിങ്ങൾ വായിച്ചാട്ട് സംശയം ഉണ്ടെങ്കിൽ 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം കോരശ് പറയുന്നൊരു കാര്യം അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അതുകൂടി വായിക്കണം. 36:23. 2 Chronicles, I mean 2 Chronicles 36:23. പാഴ്സി രാജാവായ, പ്രിയമുള്ളവരെ, പാഴ്സി ദേശത്തെങ്ങും യഹൂദന്മാരുടെ ദൈവമൊന്നുമില്ല. കർത്താവിൻ സ്തോത്രം. മീദ്യാന്യ ദൈവവും ആമേൻ സ്തോത്രം ബാബിലോണിയൻ മതമൊക്കെയാ. കർത്താവിൻ സ്തോത്രം. അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി, പഠിച്ചു വെച്ചതാ. ആമേൻ, പേര് മറന്നുപോയി. കർത്താവിൻ സ്തോത്രം. ആമേൻ. പാഴ്സി രാജാവായ കോരശ് ഇപ്രകാരം കൽപ്പിക്കുക. അദ്ദേഹം വിളിച്ചു പറയുക, എന്താണെന്നറിയാമോ? സ്വർഗത്തിലെ ദൈവം മായ യഹോവ. മതി 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 മതി, അവിടെയൊക്കെ നിന്നിട്ട് പോണം. സ്വർഗത്തിലെ ദൈവമായ യഹോവ
അവൻ പാഴ്സി രാജാവായിരിക്കുന്ന കോരശ് വിളിച്ചു പറയുക, സ്വർഗത്തിലെ ദൈവമായ യഹോവ ഭൂമിയിലെ സകല രാജ്യങ്ങളെയും എനിക്ക് തന്നു. അതുവരെ നാം വിചാരിച്ചത് ഞാൻ എടുത്തു വന്ന. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ഹല്ലേലൂയ. കൃപയങ്ങ് വെളിപ്പെടട്ടെ. അപ്പൊ നമ്മളങ്ങ് താഴും. അപ്പൊ നമ്മുടെ കൊമ്പുകളൊക്കെ അങ്ങ് വെട്ടി മാറ്റാം. ആമേൻ, സ്തോത്രം. അതുവരെ ഭയങ്കര സംഭവമായി എംപറർ ആണെന്നൊക്കെ പറഞ്ഞിരിക്കുന്ന പുള്ളി പറയുക, എൻ്റെ പൊന്ന സഹോദര, എനിക്ക് തന്നതാ, ഞാൻ മേടിച്ചതല്ല. ആരാ തന്നതെന്നറിയാമോ? ആ ബാബിലോണിയൻ മതത്തിന്റെ എന്താ അങ്ങനത്തെ ഒരു തനുണ്ട്, കരുതാനും സ്തോത്രം, മർദൂക്ക്, അങ്ങനെ നാട്ടും. അവൻ സ്തോത്രം, അങ്ങേര് തന്നതല്ല. പിന്നെ ആരാ തന്നേ? സ്വർഗത്തിലെ ദൈവമായ യഹോവ. നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച് നീ കേൾക്കുമ്പോൾ ആമേൻ സ്തോത്രം, ആ സത്യം നിന്നെ വിടുവിച്ചോണം. ആ സത്യത്തിന് മുമ്പിൽ ഏറ്റു പറഞ്ഞോണം. ആമേൻ. അക്നോളജ് യുവർ ഗോഡ്. കർത്താവിന് സ്തോത്രം. നിന്റെ പ്രതിസന്ധിയുടെ മധ്യത്തിൽ എൻ്റെ ദൈവം എന്നെ കൈവിട്ടു എന്നല്ല, പിന്നെയോ എനിക്കൊരു ദൈവമുണ്ടെന്ന് പറയുവാൻ. ആമേൻ. തീർന്നില്ല. കർത്താവിന് സ്തോത്രം. ഈ ദൈവം എൻ്റെ ദൈവമാണെന്ന് പറയുവാൻ, ഈ ദൈവം എൻ്റെ ലോർഡ്, എൻ്റെ കർത്താവാണെന്ന് പറയും. കർത്താവെന്ന് പറഞ്ഞാൽ അവൻ സ്തോത്രം പറഞ്ഞ് നമുക്ക് തന്നെ അറിയാൻ പാടില്ല. കർത്താവെന്ന് പറയുന്ന ഏതാണ്ട് ഒരു പേരാണെന്ന അല്ല. കർത്താവെന്ന് പറഞ്ഞ കർത്തൃത്വം, ലോർഡ്ഷിപ്പ്. നിന്റെ ജീവിതത്തിൻ്റെ ലോർഡ്ഷിപ്പ് ഉള്ളയാള്, അതാ കർത്താവ്. കർത്തൃത്വം ഉള്ളവൻ എന്ന് പറഞ്ഞാൽ നിന്റെ ജീവിതത്തിനകത്ത് എന്ത് സംഭവിക്കണമെന്ന് നീ അല്ല, പിന്നെയോ കർത്തൃത്വം ഉള്ളവനാ തീരുമാനിക്കുന്നേ. നിന്റെ വണ്ടി എങ്ങോട്ട് പോകണമെന്ന് അവൻ ആ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്നവനാ തീരുമാനിക്കുന്നേ, അല്ലേ? കർത്താവിന് സ്തോത്രം. വചനം പറയുക, കർത്താവ്, കർത്തൃത്വം. ഹല്ലേലൂയ. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ആമേൻ ലേഖനം എഴുതിയപ്പോ റോമാലേഖനം അതിന്റെ 10-9 വാക്യത്തിനകത്ത് ഇങ്ങനെ പറഞ്ഞു, കർത്താവിന് സ്തോത്രം, ഇഫ് യു കൺഫസ് ഹല്ലേലൂയ വിത്ത് യുവർ മൗത്ത് ദാറ്റ് ജീസസ് ക്രൈസ്റ്റ് ഈസ് ലോർഡ്, യേശു കർത്താവാണെന്ന്, നിന്റെ ജീവിതത്തിന്റെ കർത്തൃത്വം യേശുവിനാണെന്ന് നീ വായ് കൊണ്ട് പറഞ്ഞാൽ നീ രക്ഷിക്കപ്പെടും. അപ്പൊ രക്ഷിക്കപ്പെടണമെങ്കിൽ വായ് കൊണ്ട് വിളിച്ചു പറയണം. കോരശിനെ അഭിഷേകം ചെയ്തിട്ട് ആമേൻ സ്തോത്ര ജാതീയ രാജാവാക്കി നിർത്തിയിരിക്കുന്ന കോരശ്, ആമേൻ 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം ആമേൻ അതിന്റെ 36-23 വരുമ്പോ ആ അധ്യായം തീരുകയാ. ആമേൻ. ആ അധ്യായം, ആ ബുക്കേ തീരുകയാ. ആ ബുക്ക് തീരുന്നിടത്ത് വിളിച്ചു പറയുകയാ, ആമേൻ സ്തോത്രം, ലോർഡ് ജഹോവ ഈസ് മൈ ഗോഡ്. കർത്താവിന് സ്തോത്രം. യഹോവ എൻ്റെ ദൈവമാ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി നിന്നെ കേൾപ്പിക്കുന്ന സുവിശേഷത്തിന് മുമ്പിൽ അവൻ നീ ആയിരിക്കുന്നുണ്ടെങ്കിൽ അതൊരു തെരഞ്ഞെടുപ്പാണെന്ന് തിരിച്ചറിഞ്ഞോടാ. അവൻ നിന്നെ ഓമന പേര് ചൊല്ലി വിളിക്കുന്നൊരു സ്വർഗത്തിന്റെ ആമേൻ സ്തോത്രം അനുകമ്പയാണെന്ന് തിരിച്ചറിഞ്ഞോണം. നിന്നോടുള്ള വാത്സല്യമാണ്, നിന്നോടുള്ള സ്നേഹമാണെന്ന് തിരിച്ചറിഞ്ഞോണം. ഇന്ന് രാത്രി സുവിശേഷം കേൾക്കുന്നുണ്ടെങ്കിൽ ആമേൻ സ്തോത്രം, അത് നിന്നോടുള്ള ദയയാണ്, നിന്നോടുള്ള വാത്സല്യമാ. നീ നശിച്ചു പോകാതിരിക്കേണ്ടതിന്, ആമേൻ, നീ പാപത്തിന്റെ ശമ്പളമായിരിക്കുന്ന മരണത്തിനകത്ത് ആമേൻ സ്തോത്രം തകർന്നു പോകാതിരിക്കേണ്ടതിന്, ആമേൻ സ്തോത്രം പുഴുചാകാത്ത തീ കെടാത്തതായിരിക്കുന്ന നിത്യനരകത്തിനകത്ത് നീ നശിച്ചു പോകാതിരിക്കേണ്ടതിന് സ്വർഗത്തിന് നിന്നോടുള്ള വാത്സല്യമാ നീ കേട്ടുകൊണ്ടിരിക്കുന്ന സുവിശേഷം. നിന്നെ ഞാൻ പേര് ചൊല്ലി വിളിച്ചതാ. ഇതിൻ്റെ അകത്തിരിക്കുന്ന എത്ര പേര് യേശുവിനെ അന്വേഷിച്ച് എന്ന് കേട്ടതാ? നമ്മൾ ആരും യേശുവിനെ അന്വേഷിച്ച് കണ്ടുപിടിച്ചാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനല്ല. ഞാൻ യേശു എവിടെയാണെന്നും യേശു സത്യദൈവമാണെന്നൊന്നും അന്വേഷിച്ച് പോയവനല്ല. പിന്നെയോ ആരാണ്ടൊക്കെ നിർബന്ധിച്ച് അവൻ എന്നെ വചനം കേൾപ്പിച്ചതാ. എന്നിട്ട് പുറകെ നടന്ന് എന്നെ പഠിപ്പിച്ചതാ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ആരും ദൈവത്തെ തേടി ചെന്നതല്ല, പിന്നെയോ അവൻ നമ്മെ തേടി വന്നതാ. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി നീ അറിയാതിരിക്കുമ്പോൾ ആ വചനത്തിന്റെ ആ വലിപ്പം ഒന്ന് തിരിച്ചറിഞ്ഞോണം. കോരശിന്റെ വാക്യം സുവിശേഷത്തിന്റെ വാക്യമാ. കർത്താവിന് സ്തോത്രം. കോരശ് നമ്മെ പഠിപ്പിക്കുന്നത്, നമ്മെ വിളിച്ചിരിക്കുന്ന വിളിയുടെ മാഹാത്മ്യമാ. നിന്നെ വിളിച്ചിരിക്കുന്നത് അവൻ ജാതികൾക്ക് പ്രകാശമാകാനാ. കോരശേ, ഞാൻ നിന്റെ കരം പിടിച്ചിട്ടുണ്ട്. 1-ാമത്തെ വാക്യത്തിൽ പറയുക, അഭിഷിക്തനായ കോരശേ, നിന്റെ കരം ഞാൻ പിടിച്ചിരിക്കുക. എന്തിനാണെന്നറിയാമോ? ജാതികൾക്ക് വേണ്ടി, രാജ്യങ്ങൾക്ക് വേണ്ടി. കർത്താവിന് സ്തോത്രം. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറയുക, നിന്നെ ആക്കി വെച്ചിരിക്കുന്നത് ജാതികൾക്ക് പ്രകാശമായിട്ടാ.
അന്ധകാരത്തിൽ നിന്ന്. പത്രോസ് പറയുക, വായിച്ചു ആമേൻ 2 പത്രോസ്, ആമേൻ 1 പത്രോസ് 2:9. കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളോ, ചേർന്ന് വായിച്ചേ, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാവുന്നു. മൈ ഓൺ പീപ്പിൾ. കർത്താവിന് സ്തോത്രം. എത്ര പേർക്ക് സന്തോഷമുണ്ട്? നീ ദൈവത്തിൻ്റെ ആണെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? യേശു നിന്നെ കണ്ടതാണെന്ന് നിനക്കറിയാമോ? ഇരുട്ടിക്കിടന്ന നീ വെളിച്ചത്തിലേക്ക് വന്നെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? ഉറപ്പുണ്ടെങ്കിൽ നിന്റെ മുന്നിൽ പർവ്വതങ്ങൾ സമഭൂമിയാകും. ആകും. കാരണം എന്താണെന്നറിയാമോ? ഈ മിഷന്റെ ഒപ്പം ആമേൻ പോകുന്നതാ ദൈവത്തിന്റെ പ്രവൃത്തി. ആമേൻ. ദൈവത്തിന്റെ സാന്നിധ്യം നിനക്ക് മുമ്പേ ചലിക്കും. ഈ സുവിശേഷം പ്രസംഗിക്കുന്ന എല്ലായിടത്തും ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. ഈ സുവിശേഷം പോകുന്ന എല്ലായിടത്തും ആമേൻ സഹോദര, സുവിശേഷവുമായി കടന്നു പോകുന്നവനെ ദൈവം അരമുറുക്കും. നീ ചെറുപ്പമായിരുന്നപ്പോൾ നിനക്ക് തോന്നിയ പോലെ നടന്നു പത്രോസേ എന്നാ ആമേൻ സഹോദര, പ്രായമാകുമ്പോ അവൻ നിനക്ക് ഇഷ്ടമില്ലാത്ത വേറെ ഒരുത്തൻ നിന്റെ അരമുറുക്കി നിനക്ക് ഇഷ്ടമില്ലാത്ത ഇടത്തോട്ട് നിന്നെ കൊണ്ടു ചെന്നാക്കുന്നു പറഞ്ഞ തിരുവചനമാണ് നമ്മുടെ മുമ്പിൽ. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി നിന്നെ ആരമുറുക്കും. ചേർന്ന് പറഞ്ഞ്, എന്നെ ആരമുറുക്കും. നിന്റെ കരം കൊണ്ട് ഇന്ന് വരെ നീ ഒരു അത്ഭുതം കണ്ടിട്ടുണ്ടാകത്തില്ല, ഇന്ന് മുതൽ കാണും. ആമേൻ. നീ തിരിച്ചറിയാൻ തുടങ്ങിക്കോ. മറ്റൊരുത്തനും രക്ഷയില്ലെന്ന് നീ വിളിച്ചു പറയാൻ തുടങ്ങിക്കോ. അവൻ ജാതികളുടെ മുമ്പിൽ ഈ ദൈവത്തെ പ്രകാശിപ്പിപ്പാൻ, ദൈവത്തെ ഉയർത്താൻ തുടങ്ങിക്കോ. നിന്നെ വിളിച്ചിരിക്കുന്ന ഒരു വിളിയുണ്ടെന്ന് നീ തിരിച്ചറിഞ്ഞോ. ഇന്ന് രാത്രി നീ പോകുന്നതിന് മുമ്പേ സ്വർഗം നിനക്ക് മുമ്പേ പോകും. ആമേൻ. താമര കഥകൾ നിന്റെ മുമ്പിൽ തകർന്നു വീഴും. ഇന്ന് രാത്രി നീ ഏത് വിഷയത്തിലാണ് പരാജയപ്പെട്ടെ? പ്രിയ ദൈവ പൈതലേ, പ്രിയ കുഞ്ഞെ, അവൻ സ്വോത്രം, നീ കരഞ്ഞു പോകണ്ട, നീ തളർന്നു പോകണ്ട. നിന്റെ മുഴങ്കാല് അവൻ സ്വോത്രം അവൻ ആ തളർന്നു പോകണ്ട. ഇന്ന് രാത്രി അപ്പച്ചൻ നിന്നെ വാത്സല്യത്തോടെ ഓമന പേര് ചൊല്ലി വിളിച്ച ഒരു അപ്പച്ചൻ നിന്റെ കരത്തെ മുറുകെ പിടിച്ചിരിക്കുക. കർത്താവിന്റെ സ്വോത്രം. ആമേൻ. നമ്മൾ പറയാം കുട്ടൂസ് എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്ന കേട്ടിരുന്നല്ലേ, പൊന്നൂസ് എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നേ. കർത്താവിന്റെ സ്വോത്രം. അതുപോലെ വിളിച്ച് കൂടെ ഇരുത്തി തട്ടി ആമേൻ വാട ഇവിടെ എന്നൊക്കെ പറഞ്ഞ് മുറുകെ പിടിച്ച് നടക്കുന്ന ഒരു അപ്പൻ. അവൻ ഈ അപ്പൻ നിന്റെ കൂടെയുള്ളപ്പോ നിന്റെ മുമ്പിൽ ഒരു പർവ്വതം നിൽക്കത്തില്ല. എനിക്ക് കഴിയത്തില്ല, പക്ഷേ എൻ്റെ അപ്പന് കഴിയും. ചേർന്ന് പറഞ്ഞേ, വിത്ത് ഗോഡ് ഓൾ തിങ്സ് ആർ പോസിബിൾ. അവൻ എൻ്റെ കൈ കൊണ്ട് ഒരു രോഗിയും സൗഖ്യമാകത്തില്ല. എന്നാൽ എൻ്റെ അപ്പൻ്റെ കരമൊന്ന് വീണാലുണ്ടല്ലോ, എൻ്റെ ഒരപ്പൻ്റെ ശബ്ദമൊന്ന് വീണാലുണ്ടല്ലോ, എൻ്റെ അപ്പനൊരു വാക്ക് പറഞ്ഞാലുണ്ടല്ലോ, എൻ്റെ അപ്പൻ്റെ സാന്നിധ്യം ഒന്ന് വെളിപ്പെട്ടാലുണ്ടല്ലോ, ഓ ശബകാരാശിയാരാതെ അവർ രോഗികളുടെ മേൽ കൈകൾ വെക്കുക. ആരാ അവൻ വിളിയും തെരഞ്ഞെടുപ്പ് തിരിച്ചറിഞ്ഞ ജനം. ഓ, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ല. എന്നെ അപ്പം വിളിച്ചിട്ടുണ്ടെന്ന് എത്ര പേര് വിശ്വസിക്കുന്നു? എല്ലാവരും ഒന്നും ആമേൻ പറഞ്ഞില്ല. കർത്താവിന്റെ സ്തോത്രം. പാസ്റ്ററെ, അത് ചിലർക്ക് വേണ്ടി മാത്രമുള്ളതല്ലേ, അത് പിശാചിന്റെ പണിയാ. വിശ്വസിക്കില്ല. തിരുവചനം പറയുക, നീ കരം വെച്ചാൽ ആമേൻ സഹോദരൻ രോഗികൾ സൗഖ്യമാകും. ആമേൻ സഹോദരൻ. നമ്മുടെ ആമേൻ ചർച്ചിനകത്ത് ക്യാമ്പിൽ മീറ്റിങ്ങുകൾ നടക്കുന്നുണ്ട്. ആമേൻ സഹോദരൻ. നാളെ മുതൽ ആമേൻ വിശ്വാസത്തെ എക്സർസൈസ് ചെയ്യണമെങ്കിൽ കൂടെ ഓടിക്കോ, പോകുന്ന പിള്ളേരുടെ പോയിക്കോ. കർത്താവിന്റെ സ്തോത്രം. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആരെങ്കിലും കൈവയ്ക്കുന്നതിന് മുമ്പേ ചാടി നീ കൈവച്ചോണം. ആമേൻ. ആര് കൈവച്ചാലും ആമേൻ സ്തോത്രം, ഈ വിളിയും തെരഞ്ഞെടുപ്പും അറിയുന്നവൻ കൈവച്ച അവിടെ നടക്കും. ഹല്ലേലൂയ. ഇതൊന്നും എല്ലാവർക്കും കത്തുമെന്ന് എനിക്കറിയത്തില്ല. കത്തുന്നവർക്കാണ് കർത്താവിന്റെ സ്തോത്രം ചെയ്യുക. നിന്റെ ജീവിതം മാറും. കർത്താവിന്റെ സ്തോത്രം. വായിച്ചേ. ആമേൻ. കർത്താവിന്റെ സ്തോത്രം. 2 തെസ്സലോനിക്ക ലേഖനം 2-ാമത്തെ അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം വായിച്ച. പെട്ടെന്ന് ആമേൻ ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം. ആമേൻ. ഇംഗ്ലീഷ് കൂടി ഒന്ന് വായിച്ചാട്ടെ. All to the traditions
ആമേൻ. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറയുക, ഞങ്ങൾ പഠിപ്പിച്ചു തരുന്നൊരു പാരമ്പര്യമുണ്ട്, അതിനകത്ത് ഉറച്ചു നിന്നോണം. കർത്താവിന് സ്തോത്രം. അത് പറയാനുള്ള കാരണം എന്താണെന്നറിയാമോ? അതിന് പറയാനുള്ള കാരണം എന്താണെന്നറിയാമോ? പഴയ ഒരു പാരമ്പര്യമുണ്ട്. ആമേൻ സ്തോത്രം. അതൊരു കെണിയ, അതൊരു കുരുക്ക, അതൊരു ബന്ധനമാ. ഇന്ന് രാത്രി പഴയ കെണി, പഴയ പാരമ്പര്യത്തിന്റെ കെട്ട്, ആമേൻ സ്തോത്രം, നിന്നെയോ നിന്റെ കുടുംബത്തെ തൊടാൻ നീ സമ്മതിച്ചേക്കല്ല. ആമേൻ. ആമേൻ സ്തോത്രം. ഞങ്ങൾ പഠിപ്പിക്കുന്നൊരു പാരമ്പര്യം, ആമേൻ, അത് ഭൂതത്തെയും കൊണ്ട് തോളെ കൈയിട്ട് നടക്കുന്ന പാരമ്പര്യമല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും പിടിയിട്ടോന്ന് എനിക്കറിയാൻ മേല. ആമേൻ സ്തോത്രം. പിശാചിനോട് എതിർത്ത് നിൽപ്പേൻ, എന്നാൽ അവൻ നിന്നെ വിട്ട് ഓടിപ്പോയിക്കോളും. പന്ന പിശാചെ, എന്റെ ഭവനത്തിനകത്ത് നിനക്ക് എന്ത് കാര്യം? എന്റെ സഭയ്ക്കകത്ത് നിനക്ക് എന്ത് കാര്യം? ചോദിക്കാൻ ധൈര്യമുള്ള ആരെങ്കിലും ഒക്കെ ഇതിനകത്തുണ്ടോ? കർത്താവിന്റെ സ്തോത്രം. ദൈവദാസൻ വിഷമിച്ചിരിക്കുമ്പോൾ മുറുകെ പിടിച്ചും എന്ന് വിളിക്കാൻ ആരെങ്കിലും ഇതിനകത്തുണ്ടോ? കർത്താവിന് സ്തോത്രം. ആമേൻ. കർത്താവിന് സ്തോത്രം. ദൈവം ചിലതിനെ തിരഞ്ഞുകൊണ്ടിരിക്കുക, ദൈവം ചിലതിനെ നോക്കിക്കൊണ്ടിരിക്കുക. കോരശിനോട് പറയാം, നിന്നെ ഞാൻ വിളിച്ചു, നിന്നെ ഓമന പേരിട്ട് വിളിച്ചു, നിന്നെ ഞാൻ അഭിഷേകം ചെയ്തു. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? രാജ്യങ്ങളോട് ഈ യഹോവയെ കുറിച്ച് വേറെ ഒരുത്തനുമില്ലെന്ന് പറയാൻ. ഇന്ന് വരെ കോരശിനെ കുറിച്ച് കേട്ട ആരും ഈ സന്ദേശം കേട്ട് കാണാനായിട്ട് ഇടയില്ല. കർത്താവിന്റെ സ്തോത്രം. കോരശ് താമ്രക്കഥയിനെ തകർത്ത കഥ മാത്രമേ നമുക്കറിയത്തുള്ളൂ. എന്തിനാ താമ്രക്കഥ തകർത്തേന്നറിയാമോ? ആമേൻ സ്തോത്രം. വായിച്ചോ, വായിച്ചോ. കർത്താവിന്റെ സ്തോത്രം. ആമേൻ, ആമേൻ. ഞാൻ യഹോവയാകുന്നു, മറ്റൊരുത്തനുമില്ല എന്ന്, ഞാനല്ലാതെ വേറൊരുത്തനുമില്ല എന്ന് അരമുറുക്കിയിരിക്കുന്നു. എന്തിനാ? സൂര്യോദയത്തെങ്കിലും അസ്തമാനത്തെങ്കിലും ഉള്ളവർ ഭൂമിയുടെ അറ്റത്തോളം. ആമേൻ. മറ്റൊരുത്തനും. വായിച്ചോ അപ്പോസ്തലരുടെ പ്രവൃത്തികളുടെ പുസ്തകം 4-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം. വേഗം ഒന്ന് പെട്ടെന്ന് ഡിസ്പ്ലേ ചെയ്ത് ഓട്ടി വായിച്ചു. ആമേൻ. ചാടി മറിഞ്ഞ് അപ്പോസ്തല പ്രവൃത്തി 4:12 പെട്ടെന്ന്. ആമേൻ, ആമേൻ, ആമേൻ. മറ്റൊരുത്തനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴെ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. പൗലോസ് അപ്പോസ്തലൻ ഇത് വിളിച്ചു പറയുന്നതിന് മുമ്പ് കോരശിനോട് ദൈവം ഈ അസൈൻമെന്റ് ഏൽപ്പിക്കുകയാണ്. ഭൂമിയുടെ അറ്റത്തോളം പറന്നോണം കോരശ്. നിന്റെ മുമ്പിൽ എല്ലാ രാജാക്കന്മാരും ആമേൻ, ആമേൻ സ്തോത്രം, ആമേൻ, ഡിസൈൻഡ് ആയില്ലേ? കർത്താവിന്റെ സ്തോത്രം. എന്തിനാണെന്ന് അറിയാമോ? ആമേൻ സ്തോത്രം. ഇതിനു വേണ്ടിയാ, നിന്നെ കൊണ്ട് ഇത് പറയിപ്പിക്കാൻ. കർത്താവിന്റെ സ്തോത്രം. ധൈര്യമുണ്ടോ? ആമേൻ സ്തോത്രം. വേറെ ഒരുത്തനും രക്ഷയില്ലെന്ന് പറയാൻ. ഒന്നുകിൽ സത്യദൈവം, അല്ലെങ്കിൽ പിശാച്. ഇത് രണ്ടും അല്ലാതെ വേറെ ഒരുത്തനുമില്ല. കർത്താവിന്റെ സ്തോത്രം. ആമേൻ സ്തോത്രം. ഈ ദൈവം നിന്നെ വിളിക്കുക. എത്ര പേര് കർത്താവിനോട് ചേർന്ന് നിന്ന് ഈ വിളിയും തെരഞ്ഞെടുപ്പിനെ ഉറപ്പിക്കും? ദൈവം എന്നെ വിളിച്ചതാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഒരു പുതിയ സമർപ്പണത്തിലേക്ക് എത്ര പേര് വരും? പ്രിയമുള്ളവരെ, എത്രയോ പ്രാവശ്യം നമ്മൾ എന്തുമാത്രം പ്രസംഗിച്ചു കൂട്ടി, എന്നിട്ടൊന്നും സഭയ്ക്കകത്ത് ഒരുത്തനെങ്കിലും വിളിച്ചോണ്ട് വരാൻ ആർക്കെങ്കിലും തോന്നിയോ? കർത്താവിന് സ്തോത്രം. ആമേൻ. നീ ഇരിക്കുന്ന സ്ഥലത്ത്, ആമേൻ, നിനക്ക് കിട്ടുന്ന ഭാഷക്കാരനെ, ആമേൻ, ഈ സത്യം വിളിച്ചു പറഞ്ഞോണം. അതാ നിന്റെ പേരുള്ള വിളി. അതിനാ നിന്റെ കരഞ്ഞ മുറുകെ പിടിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഇത് പറഞ്ഞിട്ട് മതിയാവുന്നില്ല ഭാഷ. ഒന്നുകൂടി ആ വാക്യം ഒന്ന് വായിച്ചേ. ഞാൻ നിന്റെ, അതിനു മുമ്പ് ആ കരം പിടിച്ചിരിക്കുന്നു പറഞ്ഞേ. രണ്ടാമത്തെ വാക്യം. ഞാൻ നിന്റെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. ആമേൻ. കർത്താവിന്റെ സ്തോത്രം. 1-ാമത്തെ വാക്യം പറയുകയാണ്, യഹോവ തന്റെ ആവശ്യത്തിനായ കോരശിനോട് ഈ പ്രകാരം അരുളി ചെയ്യുന്നു. ദൂത് പറയുക. I prophesy unto you, Koresh. Cyrus, I prophesy unto you. I have holden your hand. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്?
ഞാൻ നിന്റെ വലങ്കരം പിടിച്ചിരിക്കുക. എന്തിനാ വലങ്കരം പിടിച്ചേ? ആകാശത്തിന് കീഴെ ഭൂമിക്ക് മീതെ രക്ഷയ്ക്കായിട്ട് വേറെ ഒരുത്തനുമില്ലെന്ന് പറയാൻ. അത് നിന്റെ അവൻ വീട്ടിലിരുന്ന് പറയാനല്ല, അവസരം കിട്ടുമ്പോൾ ചർച്ചിന്റെ പുൾപിറ്റിൽ നിന്ന് പറയാമോ. അന്ന് പാസ്റ്റർ എനിക്ക് അവസരം തന്നില്ല. നിനക്ക് ജീവിതകാലത്ത് അവസരം കിട്ടത്തില്ല. കർത്താവിന് സ്തോത്രം. കാരണം എന്താണെന്നറിയാമോ? അവൻ നിന്നെ വിളിച്ചത് പോയി പറയാനാ. കർത്താവിന് സ്തോത്രം. ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിപ്പേൻ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവർ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവർ ശിക്ഷാവിധിയിൽ അകപ്പെടും. വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. ഐ ഹാവ് ഗേർഡഡ് യു. ഞാൻ നിന്റെ അരമുറുക്കിയിരിക്കുക. എന്തിനാ? നീ പോകുന്ന ഇടത്ത് നീ പറയുന്ന സുവിശേഷത്തെ ഞാൻ എൻ്റെ അടയാളത്താൽ അത്ഭുതങ്ങളാൽ ഉറപ്പിക്കേണ്ടതിന്. ആമേൻ. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി ഇതിൻ്റെ അകത്തൊന്ന് ബലപ്പെടാൻ പറ്റുമെങ്കിൽ നിന്റെ ജീവിതത്തിന് മുമ്പിൽ ഒരു പ്രതിസന്ധി നിൽക്കത്തില്ല. ആമേൻ. നീ പർവ്വതത്തെ സമഭൂമിയാക്കാൻ പോവുക. ബെൻസേ ധൈര്യപ്പെട്ടു, എബിയെ ധൈര്യപ്പെട്ടു, ഇന്ന് രാത്രി കുഞ്ഞുങ്ങളൊക്കെ ധൈര്യപ്പെട്ടു. ആമേൻ. ഞാൻ സുവിശേഷത്തിന് വേണ്ടി നിൽക്കുക. ഇതിനകത്ത് എത്ര പേര് കൊടുക്കും ജീവിതം. ആമേൻ. നാളത്തെ മിഷണറിമാരാ. ആമേൻ. എന്നെ ഓമന പേരിട്ട് വിളിച്ച ഒരു ദൈവം, എന്റെ ഓമന പേരിട്ട് എല്ലാ കണ്ണുകളൊന്നും അടച്ചേ, എന്റെ ഓമന പേരിട്ട് വിളിച്ച ദൈവം. കർത്താവിന്റെ സ്തോത്രം. എന്നെ വാത്സല്യത്തോടെ ചേർത്ത് പിടിച്ചൊരു ദൈവം. എന്റെ മുന്നിലെ പർവ്വതത്തിന് എന്നെ കീഴടക്കാൻ സാധ്യമല്ല. എന്റെ മുന്നേ പോകുന്നൊരു ദൈവം. പാഴും ശൂന്യവുമായിരുന്ന എന്നെ, അവൻ ലോകത്തിൽ ആർക്കും വേണ്ടാതിരുന്ന എന്നെ, നഷ്ടപ്പെട്ടു പോയ എന്നെ കണ്ടുപിടിച്ച ഒരു ദൈവം, തേടി വന്ന ഒരു ദൈവം. ഇന്ന് രാത്രി ആ വാത്സല്യത്തിലേക്ക് ഞാൻ തിരിച്ചു വരികയാണ്. ദൈവമേ, ഒരു ബാധ്യതയായിട്ടല്ല, അപ്പൊ എൻ്റെ മേൽ ഒരു നുകം വെച്ചിരിക്കുന്നത് പോലെയല്ല, വാത്സല്യമുള്ള അപ്പന്റെ അടുക്കലേക്ക്, എന്റെ ഓമന പേരിട്ട് വിളിച്ച എന്റെ അപ്പന്റെ അടുക്കലേക്ക് ഞാൻ മടങ്ങി വരികയാ. ലോകമെങ്ങും പോകാൻ അവൻ ഒരിടത്തും എനിക്കായിട്ട് ഒന്നുമില്ല. ദൈവമേ, ഞാൻ ഒരിടത്ത് പോകുന്നുണ്ടെങ്കിൽ, എവിടെയെങ്കിലും ഞാൻ പോകുന്നുണ്ടെങ്കിൽ, എൻ്റെ ജീവിതത്തിനകത്ത് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ, കർത്താവേ, അത് നിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി തീരട്ടെ. എത്ര പേര് പ്രാർത്ഥിക്കും? കർത്താവേ, എന്റെ തകർച്ചകൾ നിന്റെ നാമത്തിന് മഹത്വമാകട്ടെ. എന്റെ മുന്നിലെ വേദനകൾ നിന്റെ നാമത്തിന്റെ മഹത്വമായിട്ട് തീരട്ടെ. കർത്താവ്, എന്റെ മുന്നിലെ പർവ്വത സമാനമായിരിക്കുന്ന വിഷയങ്ങൾ നിനക്ക് പുകഴ്ചയായിട്ട് മാറട്ടെ. ഞാൻ എന്നെ തന്നെ തരികയാ. ഈ ഏഴയെ ഞാൻ സമർപ്പിക്കുക. ദൈവമേ, നീ എനിക്ക് നല്ലവനാ, നീ എനിക്ക് വല്ലവനാ. അടിച്ചു തകർക്കപ്പെട്ട ശരീരത്തിന്റെ വേദനയുടെ മധ്യത്തിൽ എന്റെ യേശു അവൻ തന്നെ അടിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ, അവൻ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ലോകത്തെ നോക്കി വെല്ലുവിളിച്ചതുപോലെ, ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് ആർക്ക് എന്നെ വേർതിരിക്കാനാകും? ഇന്ന് രാത്രി ആ സ്നേഹം എൻ്റെ അകത്ത് നിറയണമേ അപ്പ. ആ സ്നേഹം എൻ്റെ അകത്ത് നിറയണമേ. ഒരിക്കൽ കൂടി ആ അൻപാർന്ന ശബ്ദം എന്നെ കേൾപ്പിക്കണമേ. എന്റെ മകനെ എന്ന് വിളിക്കുന്ന, എന്റെ മകളെ എന്ന് വിളിക്കുന്ന, ഓമന കുട്ട എന്ന് വിളിക്കുന്ന, ഓമന മകനെ എന്ന് വിളിക്കുന്ന, ആ ചെല്ല പേരിട്ട് വിളിക്കുന്ന ആ സ്നേഹത്തിന്റെ വാത്സല്യത്തിന്റെ ശബ്ദം ഇന്ന് രാത്രി എന്നെ ഒരിക്കൽ കൂടി കേൾപ്പിക്കണമേ. എൻ്റെ മുന്നിൽ ഒത്തിരി വേദനകളുണ്ട്, ഹൃദയം നുറുങ്ങുന്ന വേദനകളുണ്ട്. But I'm not going to fed up. ഞാൻ പതറത്തില്ല, ഞാൻ വേച്ചു പോകത്തില്ല. ഈ പർവ്വതം സമഭൂമിയാകും. അവൻ എൻ്റെ മുമ്പിൽ അടഞ്ഞു കിടക്കുന്ന വാതിലുകളെ ഞാൻ കാണുകയാ. I know, അവൻ with my strength I can't open this. എനിക്ക് തുറക്കാൻ പറ്റത്തില്ല. എന്നാൽ എനിക്കൊരു കാര്യം അറിയാം, എൻ്റെ കരം എൻ്റെ സ്വർഗം പിടിച്ചിരിക്കുക. എൻ്റെ കരം എൻ്റെ സ്വർഗം പിടിച്ചിരിക്കുക. ഹല്ലേലൂയ.
ദൈവം തിരഞ്ഞെടുത്തവനെ ആര് കുറ്റം വിധിക്കും? ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആര്? കഷ്ടതയോ, സങ്കടമോ, ഉപദ്രവമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ നിന്റെ നിമിത്തം ഞങ്ങളെ ഇടവിടാതെ കൊല്ലുന്നു. അറുക്കുവാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവേ ഒരു പൂർണ്ണ ജയത്തിന്റെ രാത്രിയാക്കി മാറ്റണമേ. പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് പോലത്തെ ഒരു ജയം, പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് പോലത്തെ ഒരു ജയം ഇന്ന് രാത്രി എൻ്റെ മേൽ വീഴട്ടെ. സുവിശേഷത്തിന്റെ ഒരു പുതപ്പ് ഇന്ന് രാത്രി എൻ്റെ മേൽ വീഴട്ടെ. ദൈവമേ, എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാകട്ടെ. അപ്പാ, എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാകട്ടെ. ഹല്ലേലൂയ. ഞാൻ പരാജയപ്പെടുകയില്ല. മരണത്തിന് എന്നെ ഒന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല. രോഗത്തിന് എന്നെ കീഴടക്കുവാൻ സാധിക്കുകയില്ല. എന്നെ ഓമന പേർ ചൊല്ലി വിളിക്കുന്ന ഒരു സ്വർഗം എൻ്റെ കൂടെയുണ്ട്. എൻ്റെ കരം മുറുകെ പിടിക്കുന്ന ഒരു സ്വർഗം, ആണിപ്പഴുതാർന്ന കരം കൊണ്ട് എന്നെ മുറുകെ പിടിക്കുന്ന ഒരു ദൈവം. ഈ രോഗം എന്നെ കീഴടക്കത്തില്ല. നീ പരാജയമാണെന്ന് തലങ്ങും വിലങ്ങും പറയുന്നവരുടെ മധ്യത്തിൽ ഞാൻ വിളിച്ചു പറയും, ആർക്ക് ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിപ്പാൻ സാധിക്കും? I belong to Jesus. അവൻ യേശുവിനോട് പറഞ്ഞേ, അപ്പാ, ഞാൻ നിന്നെ കാണുന്നതിന് മുമ്പേ, ഞാൻ നിന്നെ അറിയുന്നതിന് മുമ്പേ, എന്നെ അറിഞ്ഞ ദൈവമേ, എന്നെ ഓമന കുട്ടനെന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ച ദൈവമേ, എന്റെ കരം പിടിച്ചേ അപ്പാ. ഇന്ന് രാത്രി എന്നെ ഒരിക്കൽ കൂടി ഞാൻ സമർപ്പിക്കുക. I have failed in many areas. പലയിടത്തും ഞാൻ പരാജയപ്പെട്ടു. ഈ ആണ്ടിന്റെ പകുതി വർഷവും കഴിയാറായി. ഒരു മാറ്റവും എൻ്റെ ജീവിതത്തിൽ വന്നിട്ടില്ല. ഇന്ന് രാത്രി I give myself unto you, our future God. ഒരിക്കൽ കൂടി എൻ്റെ കരമൊന്ന് മുറുകെ പിടിക്കണമേ. ഒരിക്കൽ കൂടി എൻ്റെ അരയൊന്ന് മുറുക്കണമേ. ഒരിക്കൽ കൂടി അവൻ അങ്ങ് ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുപോകണമേ. ഒരിക്കൽ കൂടി അവൻ സ്വതന്ത്രം ഞാൻ പറയേണ്ട, ഞാൻ മൂലം സുവിശേഷം കേൾക്കേണ്ട ആ വ്യക്തി എന്റെ വായിൽ നിന്ന് നീ അല്ലാതെ വേറെ ഒരു ദൈവമില്ലെന്ന് പറഞ്ഞു കേൾപ്പാൻ എന്നെ തന്നെ തരികയാണപ്പാ. ഏഴയെ തരികയാണപ്പാ. ദൈവം നിന്റെ കരത്തെ മുറുകെ പിടിക്കുക. യേശുവിന്റെ സ്നേഹം കവിഞ്ഞൊഴുകുകയാണ്. നീ നിന്റെ അമ്മയുടെ ഉദരത്തിനകത്ത് ഉരുവാകുന്നതിന് മുമ്പേ നിന്നെ വാത്സല്യത്തോടെ സ്നേഹിച്ച ആ സ്നേഹം ഒരിക്കൽ കൂടി നിന്നെ മുറുകെ പിടിക്കുകയാണ്. നിന്റെ അമ്മ നിന്നെ ഓമന കുട്ടായെന്ന് വിളിക്കുന്നതിന് മുമ്പേ നിന്നെ ഓമന കുട്ടായെന്ന് വിളിച്ച് ഒരപ്പൻ സ്വർഗത്തിലുണ്ട്. ആ അപ്പൻ, ആ അപ്പന്റെ സ്നേഹത്തെ നീ തള്ളിക്കളഞ്ഞില്ലേ? ഇന്ന് രാത്രി ഒരിക്കൽ കൂടി, once again, one more time, will you give your life unto his hands? ദൈവം നിന്നെ ഉറ്റുനോക്കുകയാ, നിന്റെ ഹൃദയത്തെ ഉറ്റുനോക്കുകയാ. ചിലതിന്റെ മേൽ സുവിശേഷത്തിന്റെ മർമ്മങ്ങൾ വെളിപ്പെട്ടു വരികയാ. ചിലതിന് സുവിശേഷ വേല ഒരു ഒരു ആഘോഷമായി മാറാൻ പോവുകയാ. സുവിശേഷത്തിന്റെ ആത്മാവ് ചിലതിന്റെ മേൽ റെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. രാത്രി ചിലത് എന്നോട് വന്ന് പറയും, പാസ്റ്ററേ, I want to go to the mission field. എനിക്ക് എന്റെ യേശുവിന് വേണ്ടി പോകണം, ഞാൻ പോകാമപ്പാ എന്ന് പറയുന്നു ചിലത്. എന്റെ പേര് ചൊല്ലി വിളിച്ച ദൈവം, എന്റെ പേര് ചൊല്ലി വിളിച്ച ദൈവം, എന്റെ പേര് ചൊല്ലി വിളിച്ച ദൈവം, എന്നെ അഭിഷേകം ചെയ്ത ദൈവം, ഈ പ്രതിസന്ധിക്ക് മുമ്പിൽ ഞാൻ കീഴടങ്ങത്തില്ല. ഞാൻ കാണുന്ന പ്രതിസന്ധികൾ ഒന്നും പ്രതിസന്ധികളല്ല. With God
all things are possible. The moment you give your life unto Jesus, your life will be changed. Your problems will be, hallelujah, eliminated. It will be destroyed. It will be crushed into pieces in Jesus' mighty name. ഇന്ന് രാത്രി ഒരു പുതിയ പുതപ്പ് സ്വർഗം നിനക്ക് തരാൻ പോകുക. കോരശ് വിളിച്ചു പറയുക, ജാതീയ രാജാവായ കോരശ് വിളിച്ചു പറയുക, ആമേൻ, ആമേൻ, മറ്റൊരുത്തനും രക്ഷയില്ല. സ്വർഗത്തിലെ ദൈവമായ യഹോവ ഭൂമിയിലെ സകല രാജ്യങ്ങളെയും എനിക്ക് തന്നിരിക്കുന്നു. അവനൊരാലയം പണിയുവാൻ അവൻ എന്റെ മേൽ ഒരു അസൈൻമെന്റ് വെച്ചിരിക്കുന്നു. അവനൊരാലയം പണിയണം. ലോകത്തെ നോക്കാതെ, രാജാക്കന്മാരുടെ രാജാവെന്ന പേര് നോക്കാതെ, ഡിഗ്നിറ്റിയും സോഷ്യൽ സ്റ്റാറ്റസും നോക്കാതെ, ആ മനുഷ്യൻ ലോകത്തോട് വിളിച്ചു പറയുക, this is what, hallelujah, my God wants me to do. എന്റെ ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അതാണ്. അവന്റെ ആലയത്തെ പണിയണം. To build the kingdom of God. ദൈവത്തിന്റെ രാജ്യത്തെ പണിയണം. എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നുണ്ട്? ദൈവത്തോട് പറഞ്ഞാട്ടെ, here I am God. ഞാൻ ഏഴയെ തരികയാ, ഏഴയെ തരികയാ. ആദ്യനും അന്ത്യനും നീ